നമസ്കാരം. വനിതാ മാധ്യമപ്രവർത്തകർ തൊഴിലിടങ്ങളിലടക്കം നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ പലരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ദേശീയ വനിതാ മാധ്യമപ്രവർത്തക കോൺക്ലേവിൽ വിഷയം ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഇതിനിടെ കൈരളി ചാനലിലെ ആരാധ്യനായ വ്യക്തിയിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് നിലവിൽ ദേശാഭിമാനി സബ് എഡിറ്റർ അനുശ്രീ വി.കെയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ചയാകുന്നത്. ജോലിക്കിടയിൽ രാവിലെ പ്രാഥമിക കൃത്യം നിർവഹിക്കുന്നതിനായി വാഷ്റൂമിലെത്തിയപ്പോൾ ലേഡീസ് വാഷ്റൂമിനകത്ത് കണ്ണാടിയും നോക്കി നിന്ന് മൂളിപ്പാട്ടും പാടി നരച്ച മുടി ചീകിയൊതുക്കുന്ന മനുഷ്യനെയാണ് കാണാറുള്ളതെന്നും തൊട്ടടുത്ത ഡോർ പുരുഷന്മാരുടെ വാഷ്റൂം ആണെങ്കിലും നമ്മൾ ഓടിക്കയറി ചെല്ലുമ്പോൾ പോലും പെട്ടെന്നിറങ്ങാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ നിന്ന് വിശദമായി തയ്യാറാകുന്ന മനുഷ്യനോട് തനിക്കൊരിക്കൽ പോലും ഒരു ബഹുമാനം പോലും തോന്നിയിട്ടില്ലെന്നും അനുശ്രീ തുറന്നു പറയുന്നു. അനുശ്രീയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്ന് പലരും ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തി, ആരാധ്യൻ, ആദരണീയൻ എന്നൊക്കെയാണ് വായിച്ച വാക്കുകൾ. എനിക്ക് അയാളുടെ പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് 3 മണിക്ക് എഴുന്നേറ്റ് ഓഫീസിൽ രാവിലെ 4 മണി ഷിഫ്റ്റിൽ കയറി ഒരു 6:30 ആകുമ്പോഴേക്കും ഇനി സഹിക്കില്ല എന്ന അവസ്ഥയിൽ ഓടിച്ചെല്ലുമ്പോൾ ലേഡീസ് വാഷ്റൂമിനകത്ത് കണ്ണാടിയും നോക്കി നിന്ന് മൂളിപ്പാട്ടും പാടി നരച്ച മുടി ചീകിയൊതുക്കുന്ന മനുഷ്യനെയാണ്. തൊട്ടടുത്ത ഡോർ പുരുഷന്മാരുടെ വാഷ്റൂം ആണെങ്കിലും നമ്മൾ ഓടിക്കയറി ചെല്ലുമ്പോൾ പോലും പെട്ടെന്നിറങ്ങാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ നിന്ന് വിശദമായി തയ്യാറാകുന്ന മനുഷ്യനോട് എനിക്കൊരിക്കൽ പോലും ഒരു ബഹുമാനവും തോന്നിയിട്ടില്ല. ഗതികെട്ട് ഒരു ദിവസം സഹപ്രവർത്തകരെ കോറിഡോറിൽ കാവൽ നിർത്തി പുരുഷന്മാരുടെ വാഷ്റൂമിൽ കയറേണ്ടി വന്നത് ഇന്നും വീണ്ടും ഓർത്തു. ഇടുക്കിയിലെ CPM നേതാവ് M.M. മണിയുടെ കൊച്ചുമകളാണ് അനുശ്രീ. മണിയുടെ മകളും CPM രാജക്കാട് ഏരിയ സെക്രട്ടറിയുമായ സതിയുടെ മകൾ. CPM പ്രമുഖരുടെ കുടുംബാംഗങ്ങൾക്ക് കൈരളിയിൽ ഇതാണ് ഗതിയെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താകുമെന്ന ചോദ്യമാണ് ഉയരുന്നത്.